വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ചോറുണ്ണാൻ തീന്മേശയിൽ പോയിരിക്കുന്നില്ലേ, കിടന്നുറങ്ങാൻ നമ്മൾ ബെഡിൽ പോയി കിടക്കുന്നില്ലേ, അതുപോലെ വർക്ക് ചെയ്യാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് കഴിയുന്ന പരിപാടി നല്ല പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ട് നമ്മളിങ്ങ് വരാനേ പറ്റൂ. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറമുള്ള വിജയ പരാജയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു ഇതൊക്കെ പ്രഷറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിച്ചൂടെ അങ്ങനെ പ്രവർത്തിച്ചൂടെ, ഇങ്ങനെയൊക്കെ അവർ പ്രവർത്തിക്കുന്നില്ല, നമ്മൾ ചെയ്യാതിരുന്നാൽ ഇങ്ങനെ ആവില്ല അങ്ങനെ ആവില്ല എന്ന് ചോദിച്ചാൽ അവിടെയാണ് ആക്ച്വലി ദൈവവിശ്വാസം കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയി വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് കിട്ടേണ്ട അപ്പം നമുക്ക് കിട്ടും, അവർക്ക് കിട്ടേണ്ട അപ്പം അവർക്ക് കിട്ടും. നമ്മൾ വെറുതെ അലസത കാണിച്ചിട്ടോ മടി കാരണോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നാൽ മാത്രമേ അത് നമുക്ക് നഷ്ടപ്പെടുള്ളൂ. അപ്പോഴേ അത് നമ്മളുടെ മുകളിൽ പഴിയുള്ളൂ. അല്ലാത്തപ്പോഴൊന്നും നമ്മളുടെ മുകളിൽ പഴിയില്ല. എന്നിട്ട് ഇതങ്ങോട്ട് ലൈസൻസ് ആക്കി എടുത്തിട്ട് ഇനി ഒന്നും ചെയ്യാതെ കൈ കെട്ടിയിരിക്കാം എന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. അത് നമ്മളുടെ ഒരു പേസിൽ, ഓരോരുത്തർക്കും ദൈവം ഓരോ പേസ് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പം ഞാൻ അറിയുന്ന ഒരു ഓഡിറ്ററുണ്ട്. അദ്ദേഹം ഗൾഫിലൊക്കെ വളരെ കാലം വർക്ക് ചെയ്ത ആളാണ്. ആൾ ഭയങ്കര സ്ലോ ആയിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഫോൺ എടുക്കുകയാണെങ്കിൽ എന്നൊരു കോണ്ടാക്ട്സ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ എടുക്കും. പക്ഷേ മൂപ്പര വർക്കിൽ മൂപ്പര് പെർഫെക്റ്റ് ആണ്. മൂപ്പര ആ കമ്പനിക്ക് നേടിക്കൊടുത്ത ലാഭം എന്ന് പറഞ്ഞാൽ മൂപ്പര് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഡിറ്റർ കൂടിയാണ്. അതായത് ഈ കമ്പനീൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി നോക്കുക. കമ്പനിക്ക് വളരെ വലിയ അറബിയുടെ ഒരു കമ്പനിയാണ്. അപ്പോൾ മസ്കറ്റിലും ദുബായിലും ഒമാനിലും മറ്റോടത്തൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോവുക, അവിടെയൊക്കെയുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക. നമ്മളെപ്പോലത്തെ ആളുകൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ബോസുകൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ, എംപ്ലോയീസ് ചെയ്യുന്ന കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക. അത് MD യോട് പറയാം, ഇതാണ് മൂപ്പരുടെ പണി. പക്ഷേ ഈ പണി മൂപ്പർ വളരെ സിമ്പിളായിട്ട് ചെയ്യും. അതിന് ഈ സ്പീഡോ അല്ലെങ്കിൽ മൂപ്പര സ്പീഡ് കുറവോ ഒന്നും ഒരു പ്രശ്നമല്ല. ഞാൻ തന്നെ മൂപ്പര കഥ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ അത്ഭുതപ്പെടുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലേ, എനിക്കത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് തോന്നത്തക്ക രൂപത്തിൽ മൂപ്പര ലൈഫിൽ മൂപ്പര് ചെയ്തു. അപ്പോൾ അതൊന്നും ഒരു രീതി, നമ്മൾ ഓരോ ആളുകൾക്കും ദൈവം ഒരു പേസ്, ഒരു കഴിവ്, മാനസികമായും ശാരീരികമായുള്ള കഴിവുകളും ലെവലുകളും ഒക്കെ ഡിഫറെൻ്റാണ്. നമ്മൾ എത്രത്തോളം കാണാൻ വ്യത്യസ്തരാണോ, സംസാരിക്കുമ്പോൾ വ്യത്യസ്തരാണോ, അത്രത്തോളം തന്നെ നമ്മളെ കഴിവുകളിലും വ്യത്യസ്തരാണ്. അപ്പം നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച കുറേ പണികളുണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് പോവുക. അപ്പം നമുക്ക് ഓവർ തിങ്കിങ്ങും വരില്ല, വർക്ക് പ്ലേസ് ഇഷ്യൂസും വരില്ല.